ഇൻഡിഗോ പ്രതിസന്ധി മുതലെടുത്ത് ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കൂട്ടിയിരിക്കുകയാണ് വിമാന കമ്പനികൾ. നാളെ ഡൽഹി കൊച്ചി യാത്രയ്ക്ക് 68,000 രൂപ വരെയാണ് എയർ ഇന്ത്യ ഈടാക്കുന്നത്. ഡൽഹി തിരുവനന്തപുരം നിരക്ക് 82,000 രൂപയുമാക്കി. അതിനിടെ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയത്തിലെ നിബന്ധന DGCA പിൻവലിച്ചിട്ടുണ്ട്. പ്രതിവാര വിശ്രമത്തിന് പകരം അവധിയാക്കരുതെന്ന നിർദ്ദേശമാണ് പിൻവലിച്ചിരിക്കുന്നത്. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, കൊള്ളവില ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ടെടുക്കുകയാണ്. ഇൻഡിഗോയുടെ സർവീസുകൾ ഏതാണ്ട് 600ഓളം സർവീസുകൾ രാജ്യത്തെമ്പാടും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം നേരത്തെ തന്നെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ നിബന്ധന DGCA പിൻവലിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ നിരക്കിൽ മാറ്റം വന്നതായി കാണുന്നില്ല. എങ്ങനെയാണ് നിരക്ക് ഉയർത്തിയിരിക്കുന്നത്? DGCAയുടെ ഇപ്പോഴത്തെ തീരുമാനം എന്താണ്? വലിയ ഒരു വർധനവാണ് ഇപ്പോൾ എയർ ഇന്ത്യ വിമാന ടിക്കറ്റുകളിൽ വരുത്തിയിരിക്കുന്നത്. ഇൻഡിഗോയുടെ സർവീസുകൾ പൂർണ്ണമായും മുടങ്ങിയത് എയർ ഇന്ത്യ ഇപ്പോൾ മുതലെടുത്തിരിക്കുകയാണ്. വലിയ കൊള്ള എന്ന് വേണം നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ. കാരണം 1,00,000 രൂപക്ക് മുകളിലേക്ക് ഈ ടിക്കറ്റിന്റെ ചാർജ് ഈടാക്കുന്നത് അപൂർവമായിട്ടാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമൊക്കെ ആയിരിക്കാം ഇത്രയധികം ചാർജ് എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് തിരിച്ച് ആ ഡൽഹിയിലേക്കുമുള്ള ടിക്കറ്റ് നിരക്കായിട്ട് ഇത്രയധികം രൂപയെല്ലാം ഈടാക്കുന്നത്. വലിയ സർവീസുകൾ, അതായത് അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്നതിന് പോലും ഇത്രയധികം തുക വരാറില്ല. ആ സമയത്താണ് ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള 3 മണിക്കൂർ യാത്രക്ക് ഈ 68,000 രൂപയിലധികം ഇത്രയധികം പൈസ വാങ്ങാനായിട്ട് ഇപ്പോൾ എയർ ഇന്ത്യ തയ്യാറായിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിനെതിരെ DGCA നടപടിയെടുത്തേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു മുതലെടുപ്പാണ് ഇപ്പോൾ എയർ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ ഒരാൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ ഇത്രയധികം തുക കൊടുത്ത് തന്നെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അടിയന്തരമായിട്ട് പോകേണ്ട ആളുകളെയാണ് ഇത് ബാധിക്കുക എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കും. അതാണ് ചോദിക്കാൻ വന്നതാണ്. ആ നിർദ്ദേശം മരവിപ്പിച്ചിട്ടുണ്ട്. അത് ഇൻഡിഗോ റിട്ടേൺ പൈസ തിരിച്ചു നൽകുമെന്നും ഒപ്പം തന്നെ മാപ്പപേക്ഷയും നടത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ക്രമീകരണം? പഴയ പോലെ സർവീസുകളിലേക്ക് ഉടനെ ഒന്നും മടങ്ങാൻ സാധിക്കില്ല. കാരണം നിരവധി പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ഈ ടൈം കോഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുതലാണ് ഇൻഡിഗോക്ക് ഇത്തരമൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. രാത്രികാലങ്ങളിലുള്ള വിമാനങ്ങളുടെ ലാൻഡിങ്ങും അതോടൊപ്പം തന്നെ പൈലറ്റുമാരുടെ വിശ്രമ സമയമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇത്തരമൊരു പ്രശ്നത്തിന് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ആളുകളെ ഇനിയിപ്പോൾ എയർ ഇന്ത്യ ഇൻഡിഗോ അവരുടെ സർവീസുകൾക്കായിട്ട് നിയോഗിക്കേണ്ടി വരും. അതെപ്പോൾ അത് പൂർത്തിയാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. വളരെ വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല എന്ന് ഇൻഡിഗോ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ ഈ പ്രശ്നം പതുക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്നുകൊണ്ട് പൂർണ്ണമായും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഓരോ യാത്രക്കാരോട് മാപ്പ് ചോദിക്കുന്നുവെന്നാണ് എയർ ഇന്ത്യ ഏറ്റവും ഒടുവിലിറക്കിയ ഈ വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗം പഴയ സ്ഥിതിയിലേക്ക് മടങ്ങാനായി സാധിക്കുകയില്ല, സമയമെടുക്കും. എയർ ഇന്ത്യ ഇന്ന് രാവിലെ അറിയിച്ചത് 2026, അതായത് അടുത്ത വർഷം ഫെബ്രുവരി വരെ ഈ പ്രതിസന്ധി ഉണ്ടാകും. ആ സമയത്തായിരിക്കും ഇതിലൊരു പൂർണ്ണമായും പഴയ നിലയിലേക്ക് മാറുക എന്നാണ് അറിയിച്ചത്. എന്നാൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഡൽഹി ഉൾപ്പെടെയുള്ള പ്രധാന വിമാനത്താവളങ്ങളിൽ നിരവധി ആളുകൾ ഇപ്പോഴും വിമാനം കാത്തു കിടക്കുകയാണ്. തൗഫീഖ്, യൂനുസ് അഹമ്മദ് കൂടി ചേരുന്നുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് കരിപ്പൂരിൽ നിന്നാണ് യൂനുസ് ചേരുന്നത്. യൂനുസ്, രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ഇന്നലെ മുതൽ തന്നെ ആളുകൾ കാത്തിരിപ്പിലാണ്. പക്ഷെ ആ പ്രതീക്ഷ രാവിലെയോടെ തന്നെ ഇല്ലാതാവുകയും വീണ്ടും വലിയ ബുദ്ധിമുട്ടിലേക്ക് യാത്രക്കാർ മാറുന്നതാണ്. ഇതുവരെ യാതൊരു വിവരവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മാപ്പപേക്ഷയും അവരുടെ പൈസ തിരിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് യാത്രക്കാരായിരിക്കുന്നത്? ദൂരയാത്ര നടത്തേണ്ട, ഇല്ലെങ്കിൽ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട, അങ്ങനെ അത്യാവശ്യമുള്ള ആളുകളെ പോലും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് ആളുകളെല്ലാം തിരിച്ചു പോയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ധന്യ, വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ ഈ യാത്രക്കാർ നേരിട്ടത്. ഇന്ന് 4 സർവീസുകളാണ് ഇൻഡിഗോയുടെ 4 സർവീസുകളാണ് ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് റദ്ദാക്കിയത്. അബുദാബി, ദമാം, ദുബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. നിരവധി സർവീസുകൾ സമയം മാറ്റുകയും ചെയ്തു. വലിയൊരു പ്രതിസന്ധി നേരിട്ടു. പ്രധാനമായി ഈ യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമാണ് ഈ ഒരു ഇൻഡിഗോ ഈ ഒരു സർവീസ് റദ്ദാക്കിയ കാര്യം അറിയിക്കുന്നത്. അതോടൊപ്പം
സമയം മാറ്റിയ കാര്യവും ഈ വിമാനത്താവളത്തിൽ ഈ യാത്രക്കാർ എത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ യാത്രക്കാരോട് ഇൻഡിഗോ അധികൃതർ ഇത് അറിയിക്കുന്നത്. പ്രധാനമായി ഇവർ കൃത്യമായ ഒരു മറുപടി ഈ ഇൻഡിഗോ അധികൃതർ ഇവർക്ക് യാത്രക്കാർക്ക് നൽകിയിട്ടില്ല എന്നുള്ള ഒരു കാര്യവും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മുതൽ ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഇവിടെ നേരിട്ടിരുന്നു. ഇന്നലെ 3 സർവീസുകളാണ് ഈ ഒരു പ്രതിസന്ധി നേരിട്ടത്. ഇന്നലെ ഉച്ച മുതൽ രാത്രി വൈകി വരെ ഈ യാത്രക്കാർ വിമാനത്താവളത്തിൽ തങ്ങിയിരുന്നു. ഉച്ച മുതൽ പ്രത്യേകിച്ച് ചെന്നൈയിലേക്കും മുംബൈയിലേക്കും അതോടൊപ്പം ബംഗളൂരുവിലേക്കും പോകാനുള്ള യാത്രക്കാർ ഇന്നലെ ഉച്ച മുതൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അവിടെ അവർക്ക് ഈ ചെന്നൈയിലേക്കും മുംബൈയിലേക്കും പോകാനായത് രാത്രി 11:30ക്കാണ്. ഉച്ചക്കെത്തിയവർ രാത്രി 11:30ക്കാണ് അവർക്ക് ഈ ഒരു ചെന്നൈയിലേക്കും അതോടൊപ്പം ബംഗളൂരുവിലേക്കും പോകാനായത് എന്നുള്ളതാണ്. ഏതായാലും വലിയൊരു പ്രതിസന്ധി നേരിട്ടത്. പ്രധാനമായി യാത്രക്കാർ ഉന്നയിക്കുന്ന കാര്യം, ഈ ഒരു കാര്യം എപ്പോൾ പോകാൻ പറ്റും, അതോടൊപ്പം എപ്പോൾ ഈ യാത്ര തുടരാൻ പറ്റുമെന്ന് ഈ ഇൻഡിഗോ അധികൃതരോട് ചോദിക്കുമ്പോൾ അവർക്ക് വ്യക്തമായ ഉത്തരം നൽകാനില്ല എന്നുള്ളതാണ്.